chase my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. I've been flying from town to town, from London to Thailand. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിയോസ്. ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു സിസ്റ്റത്തിന്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ 2025 നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തേക്കുന്ന സിസ്റ്റമാണ് ഇത്. നമ്മൾ 2.1 പാക്കേജ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ സന്ദീപന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു പഴയൊരു സെറ്റപ്പ് രീതിയിൽ ഒരു ചെറിയൊരു പഴയൊരു നൊസ്റ്റാൾജിയ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു റാക്ക് പോലെ ഒരു 2 ആംപ്ലിഫയർ, അതായത് താഴെ ഒരു ആംപ്ലിഫയർ സ്റ്റേജ്, മേളിൽ ഒരു പ്രീ ആംപ്ലിഫയർ സ്റ്റേജും വേണമെങ്കിൽ അടിയിലായിട്ട് നമുക്ക് സബ്വൂഫർ ആംപ്ലിഫയർ സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഇത്രയും വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അതിന് 2 ട്രാൻസ്ഫോമർ കാര്യങ്ങൾ, പിന്നെ ഒരു ട്രാൻസ്ഫോമർ അഡീഷണൽ വരുന്നത്, അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതിന്റെ നെറ്റ് ഫ്രെയിമുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഇളക്കി വെച്ചേക്കാണ്. ഇങ്ങനെയാണ് ഇതിന്റെ നെറ്റ് ഫ്രെയിം വരുന്നത്. ഇങ്ങനെയാണ് നെറ്റ് ഫ്രെയിം വരുമ്പോൾ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഡ്രൈവേഴ്സ് ഒന്നും കാണത്തില്ല. അത്യാവശ്യം എല്ലാം മാറ്റ് ടെക്സ്ചർ ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഡ്രൈവേഴ്സ്, അല്ല സോറി, ബോക്സസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നെറ്റ് ഫ്രെയിം ഞാൻ വീണ്ടും ഇളക്കി തന്നെ വെക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇനിയിപ്പോ നമുക്ക് ബോക്സിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ബോക്സിലേക്ക് നമുക്ക് ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 10 ഇഞ്ച് ഡൂഗി സൗണ്ട്സിന്റെ ഡ്രൈവർ ആണ് വന്നിരിക്കുന്നത്. 10 ഇഞ്ച് ഡൂഗി സൗണ്ട്സിന്റെ വൂഫർ, 100 വാട്ട്സ് 150 വാട്ട്സ് മാക്സും വരുന്ന 4 ഓംസിൽ വരുന്ന ഡ്രൈവ് ആണ് ഇത് വരുന്നത്. ഡൂഗി സൗണ്ട്സിന്റെ 10 ഇഞ്ച് ഡ്രൈവേഴ്സ് ഒക്കെ 4 ഓംസിലാണ് വരുന്നത്. 8 ഓംസ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അടുത്ത വരുന്നത് 5.25 ഇഞ്ചിൽ 30 വാട്ട്സിൽ വരുന്ന 4 ഓംസിൽ വരുന്ന മിഡ് റേഞ്ച് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. അതും ഡൂഗി സൗണ്ട്സിന്റെ തന്നെയാണ് മിഡ് റേഞ്ച് എടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കി കഴിഞ്ഞാൽ ട്യൂട്ടർ വന്നിരിക്കുന്നത് ടിയർലെസിന്റെ ട്യൂട്ടർ ആണ്. അപ്പൊ ആ ട്യൂട്ടർ 4 ഇഞ്ച് ഔട്ടർ ഡയം 1 ഇഞ്ച് സിൽക്ക് ഡോം ട്യൂട്ടർ ആണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഈ ബോക്സിന്റെ ഓൾമോസ്റ്റ് ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 26 ഇഞ്ചസ് ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 13 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡെപ്ത് വരുന്നത് ഏകദേശം ഒരു 13 ഇഞ്ചസോളം, അതായത് 12 to 13 ഇഞ്ചസോളം ഇതിന്റെ ഡെപ്തും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബോക്സിന്റെ ഏകദേശം ഒരു ഡയമെൻഷൻ, എക്സ്റ്റേണൽ ഡയമെൻഷൻ വരുന്നത്. പിന്നെ ഇത് എൽപോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഞാൻ ഇതിന്റെ ട്യൂണിംഗ് ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ മറന്നുപോയി, അല്ലാതെ ഞാൻ അതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ എത്രയിലാണ് നമ്മൾ ഇതിന്റെ പോട്ട് ട്യൂൺ ചെയ്തേക്കണേന്നൊക്കെ. ലിറ്റർ ഇതിപ്പോ ബോക്സ് ചെയ്തിട്ട് ഇപ്പൊ ഒരുപാടായി. ഇപ്പൊ കുറച്ച് നാളായി ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1 മന്ത് 1.5 മന്തോളായി ബോക്സസ് ചെയ്ത് വെച്ചേക്കണത് അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിട്ടുപോയി. അപ്പൊ അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സബൂഫർ നമ്മൾ പതിവ് പോലെ പറയണ പോലെ 56 ലിറ്റർ 29 ഹെർട്സ് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തേക്കുന്ന ബോക്സ് ആണത്. അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ലിറ്ററിലാണ് ചെയ്തേക്കണത് കാര്യങ്ങളെന്നൊക്കെ. അപ്പൊ അതിൽ പ്രത്യേകിച്ച് അതൊന്നും നോക്കാനൊന്നുമില്ല. അത് തന്നെ സെയിം ഒരു 5 ബോക്സസ് ചെയ്തതിൽ ഒരു ബോക്സ് ആണത്. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിഫയർ ആണ്. ഇതുപോലെ ബോക്സസ് ഇപ്പൊ ഏകദേശം ഈ ഒരു ബോക്സ് ഏകദേശം കോസ്റ്റ് നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 രൂപ 11 രൂപ ആ റേഞ്ചിലൊക്കെ വരും ഒരു ബോക്സിന്റെ ചാർജ് ഏകദേശം. അപ്പൊ ഏകദേശം പെയർ വരുമ്പോൾ 20 രൂപയുടെ അടുത്ത് 22 രൂപയോളം പെയറിന് ഏകദേശം റേറ്റ് വരും. ഇത് ഡൂഗി സൗണ്ട്സിന്റെ തന്നെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ, ക്രോസ് ഓവർ ഒക്കെ ഡൂഗി സൗണ്ട്സിന്റെ തന്നെ എല്ലാം ആണെങ്കിൽ ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസ് കുറയും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വുഡ് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. അത് കാണുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിൽ ആ വുഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി റേറ്റ് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അടുത്ത നമ്മുടെ ആംപ്ലിഫയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രീ ആംപ്ലിഫയർ. പ്രീ ആംപ്ലിഫയറിലൊന്നുമില്ല, ഒരു പ്രീ സ്റ്റേജ് ഉണ്ട്, ഒരു ഇക്വലൈസർ ഉണ്ട്, ഒരു USB മൊഡ്യൂൾ ഉണ്ട്, ഒരു മാസ്റ്റർ കൺട്രോളർ, പവർ സ്വിച്ച്. ഇത്രയും കാര്യങ്ങളെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ.
ഇതിനാൽ ഇക്വലൈസർ ഡിഫീറ്റ് ഓപ്ഷനിൽ അകത്ത് പാക്കിൽ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ത് ഇക്വലൈസർ ആയിട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സെലക്ടറിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇത് ഓൾറെഡി നേരത്തെ പാനൽ ചെയ്തു പോയതായതുകൊണ്ട് ആ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ USB TV ഒപ്റ്റിക്കൽ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ USB ആണ് നമ്മൾ ഈ USB ഫംഗ്ഷൻ ഡയറക്റ്റ് വരുന്ന രീതിയിൽ കൊടുത്തത്. TV കൊടുക്കുമ്പോഴത്തേക്കും സെലക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇക്വലൈസർ ആക്ടിവേറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ താഴത്തെ ആംപ്ലിഫയറിലും മെയിൻ ആംപ്ലിഫയറിലും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സൗണ്ട് വേവിന്റെ ലേബൽ വന്നിട്ടുണ്ട്. മാറ്റ് ഗ്ലോസി ഫിനിഷിൽ ഒരേ പാറ്റേണിൽ തന്നെയാണ് ഇതിന്റെ 2 ഡയൽസും നമ്മൾ തീർത്തേക്കണത്. പിന്നെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, അത് കഴിഞ്ഞ് സ്പെക്ട്രം അനലൈസർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, സ്പെക്ട്രം. പിന്നെ അടുത്തായിട്ട് വരുന്നത് റോട്ടറി സെലക്ടർ ആണ്. പിന്നെ വരുന്നത് ലെഫ്റ്റ് റൈറ്റ് LR എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാവോന്നറിയില്ല. LR എന്നാണ് അതിന്റെ അടിയിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ബാസ്, മിഡ്, ട്രെബിള്, സബ്, അങ്ങനെയാണ് ഇത്രയും കൺട്രോൾസ് വരുന്നത്. അതിന്റെ അപ്പുറമായിട്ട് മാസ്റ്റർ. അപ്പൊ ഇവിടെ മാസ്റ്റർ ഉണ്ട്, അവിടെയും മാസ്റ്റർ ഉണ്ട്. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് മാസ്റ്റർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊരു ആംപ്ലിഫയർ യൂണിറ്റ് ആകുമ്പോൾ അതിനൊരു മാസ്റ്റർ കൊടുക്കുന്നത് നല്ലതായതുകൊണ്ടാണ് അതിന് അഡീഷണൽ മാസ്റ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന്റെ പവർ വരുന്നത് 160 + 160 വാട്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിലും സബ്വൂഫറിന് 300 വാട്ട്സിലുമാണ് ഈ ആംപ്ലിഫയറിന്റെ പവർ വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ആംപ്ലിഫയറിന്റെ അകത്തേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. പതിവ് പോലെ തന്നെ നമ്മുടെ തന്നെ ഒരു ഹെവി ട്രാൻസ്ഫോമർ ചെയ്തിട്ടുണ്ട്. ഹെവി ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് 16 4 ഇഞ്ച് സ്റ്റാക്കിൽ വരുന്ന ട്രാൻസ്ഫോമർ ആണ്. അതിൽ സബ്വൂഫറിന് വേണ്ടിയിട്ട് 12 ആംപിയറും ചാനലിന് വേണ്ടിയിട്ട് 10 ആംപിയറും ആണ് ചെയ്തിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടിയിട്ട് 42042ഉം ചാനലിന് വേണ്ടി 27027 ആണ് ചെയ്തിരിക്കുന്നത്. ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ 4 കപ്പാസിറ്ററും ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. അതുപോലെ സബിന് വേണ്ടിയിട്ട് 2 കപ്പാസിറ്ററും ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂസ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് 2 ഹെവി മൈക്രോഫാരഡ് കൂടി 15000 MFT യൂസ് ചെയ്തിരിക്കുന്നത്. അത് 4500 4 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ESR കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് 4 ഉപയോഗിച്ചത്. 10000 വേണമെങ്കിൽ 2 യൂസ് ചെയ്യാം. അപ്പൊ ചാനലിലാകുമ്പോഴത്തേക്ക് എത്രത്തോളം കപ്പാസിറ്റർ ബാങ്ക്സ് പാരലൽ ചെയ്ത് യൂസ് ചെയ്യാമോ അത്രത്തോളം നല്ലതായിരിക്കും. സബ്വൂഫറിൽ അത്രത്തോളം പ്രശ്നം വരുന്നതല്ല. പക്ഷെ ചാനലിന് എത്രത്തോളം കപ്പാസിറ്റർ വാല്യൂസ് കയറ്റി കൊടുക്കാവോ അത്രത്തോളം നല്ല ക്വാളിറ്റി ഓഡിയോയിൽ ഡിസ്റ്റർബൻസ്, ആ സപ്ലൈയിലുള്ള ഡിസ്റ്റർബൻസ് ഒഴിവായി കിട്ടും നമുക്ക്. പിന്നെ അടുത്ത് നമ്മൾ ബാസ് ട്രബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാസ് ട്രബിൾ നമ്മുടെ തന്നെ സൗണ്ട് ഓഡിയോസിന്റെ തന്നെ ബാസ് ട്രബിൾ അപ്പെക്സ് സീരീസിലുള്ള ബാസ് ട്രബിൾ ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സബ് ഫിൽറ്റർ ആണെങ്കിലും നമ്മുടെ പതിവ് നിങ്ങൾ സാധാരണ കാണുന്ന എല്ലാ ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സബ് ഫിൽറ്ററിന്റെ ഫിൽറ്റർ ആണെങ്കിലും നമ്മുടെ സൗണ്ട് ഓഡിയോസിന്റെ തന്നെ ഫിൽറ്റർ ആണ്. പക്ഷേ ഇതിലെ വാല്യൂസ്, റെസിസ്റ്റൻസ് വാല്യൂസ് ഒക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനൽ ബോർഡ് വന്നിരിക്കുന്നത് 160 + 160 വാട്ട്സിൽ വരുന്ന സ്റ്റീരിയോ ബോർഡാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടിയിട്ട് 300 വാട്ട്സിൽ വരുന്ന 6 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ് നമ്മൾ സബ്വൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വന്നിട്ട് കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും ഇതുവഴി കൂളി ചെയ്ത് അപ്പുറത്തേക്ക് പൊക്കോളും. ഇത് പറഞ്ഞാൽ എക്സോസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇന്റേണലി ഉണ്ടാകുന്ന ചേമ്പർ ചില ആംപ്ലിഫയേഴ്സിൽ ഞാൻ കാണാറുണ്ട് 2 കൂളിംഗ് ഫാൻസ് മാത്രം വെച്ചിട്ട്, കൂളിംഗ് ഫാൻസ് വെക്കുമ്പോഴത്തേക്കും സിംഗിൾ ആണ് ഈ പ്രോബ്ലം. പക്ഷെ 2 കൂളിംഗ് ഫാൻസും അകത്തേക്ക് മാത്രം വെച്ചിട്ട്, അങ്ങനെ അകത്തേക്ക് മാത്രം വെക്കരുത്. സിംഗിൾ ഒരു ഫാൻ വെക്കുന്ന പോലെ അല്ല, അകത്തേക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊടി, കണ്ടമാനം പൊടി വലിച്ച് കയറ്റും. അപ്പൊ കഴിവതും ഒരു എക്സോസ് ഫാൻ വെക്കാൻ നോക്കുക. ഒരു ഈ 3 ഇഞ്ച് വെക്കാൻ പറ്റിയില്ലെങ്കിൽ 2 ഇഞ്ച് എങ്കിലും ഒരെണ്ണം വെക്കാൻ നോക്കുക. പിന്നെ അടുത്ത സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മുടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ സ്പീക്കർ കണക്ടറിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്പീക്കർ കണക്ടർ വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് സാധാരണ പുഷ് കണക്ടേഴ്സും സബ്വൂഫറിന് വേണ്ടിയിട്ട് ബനാന കണക്ടറും ആണ്. അതും കോപ്പർ ക്ലാഡ് ബനാന കണക്ടർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കി കഴിഞ്ഞാൽ VM മീറ്റർ ഡിസ്മാൻഡിൽ ചെയ്ത്, ഇവിടെ ലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ബോർഡ് അടിയിൽ മൗണ്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വയറിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ എല്ലാം ട്രാക്കിലൂടെ ഇട്ടിട്ടാണ്. ഇത് ട്രാക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ ഇച്ചിരി കൂടെ ഒരു വൃത്തി കിട്ടും. പക്ഷെ ഇത് അങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കാരണം ജസ്റ്റ് ആരും അയച്ചു നോക്കുന്നില്ലല്ലോ. അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നീറ്റാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അണ്ടർ ബോർഡ് വയറിങ്ങോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ബോർഡിന്റെ മൗണ്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് വളരെ കുറവാണ്. പവർ സപ്ലൈ സ്റ്റേജ് മാത്രമാണ്. പിന്നെ ചിലർ ആ പവർ സപ്ലൈ ഇങ്ങോട്ടേക്ക് ഒരുപാട് കൊണ്ടുവരണമാണ്. ഒരിക്കലും അങ്ങനെ കൊണ്ടുവരരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ AC പ്രസൻസ് ഇങ്ങോട്ട് വരുന്നത്, AC വളരെ ക്ലോസ്ഡ് ആയിട്ട് DC എത്ര വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ AC പ്രസൻസ് അതുവഴി കണ്ടമാനം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പവർ സ്വിച്ച് ഇവിടെ കുറച്ചുണ്ട്, അത് ഇത് ഒന്നായിട്ട് ലിങ്ക് ആവാത്ത രീതിയിൽ വേറെ റൂട്ട് ചെയ്താണ് പവർ സ്വിച്ച്
സ്വിച്ചിലേക്ക് ലീഡ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇതിന്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് ഞാനിപ്പോ വർക്കൗട്ട് ചെയ്ത് രാവിലെ ഒരു 5-6 ദിവസത്തോളമായി ഈ ആംപ്ലിഫയറിൽ ഞാൻ ഇരിക്കുന്നു. അപ്പൊ പല പല ബോർഡുകൾ മാറ്റി മാറ്റി ട്രൈ ചെയ്തിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ്. സന്ദീപേട്ടൻ ഒരു പ്രത്യേക ലിസണറാണ്. അദ്ദേഹത്തിന് ഒരുപാട് മിഡ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പൊ മിഡൊക്കെ വളരെ ലോ ആയിട്ട് ഇരുന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ വേണം കേൾക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. സാധാരണ ഒരു ഫ്ലാറ്റ് സൗണ്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പൊ ആ രീതിയിലേക്കാണ് നമ്മൾ ഇത് സെറ്റാക്കി കേൾക്കുന്നത്. അപ്പൊ അവര് ചേട്ടൻ അഞ്ചും വന്നു, അവര് കേട്ടു, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കൊണ്ടുപോകാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പൊ ഇന്ന് തന്നെ കൊണ്ടുപോകും. ഇപ്പൊ ഈ വീഡിയോ ചെയ്യണത് ഇന്നിപ്പോ 5-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് ഇന്നിപ്പോ ഈ വീഡിയോ ആണ്. 5-ാം തീയതി സിസ്റ്റം കൊണ്ടുപോകും. അപ്പൊ സോറി, ഇന്ന് 6-ാം തീയതിയാണ് കേട്ടോ. 6-ാം തീയതിയാണ് ഇന്ന് സിസ്റ്റം കൊണ്ടുപോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ സിസ്റ്റം ഏകദേശം ഇതുപോലത്തെ ഒരു സിസ്റ്റം ഒക്കെ 2.1 പാക്കേജ് നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്ത് വന്നെങ്കിൽ ഞാൻ പറയാം. പല റേറ്റ് ചോദിക്കുന്നുണ്ട്. 2.1 പാക്കേജ് ഒരു 25,000 മുതൽ മേളിലേക്കാണ് നമ്മുടെ ഒരു 2.1 പാക്കേജ് വരുന്നത്. 25, 30 ഇതൊക്കെ ഒരു 50 അബവ് ആ റേഞ്ചിലേക്ക് വരുന്ന 50 അബവ് റേഞ്ചിലേക്കൊക്കെ വരുന്ന ആംപ്ലിഫയേഴ്സ് ആണ്. ഈ ഒരു പാറ്റേണിന്റെ റേറ്റ് പറയണ എന്താണെന്ന് വെച്ചാൽ, ഞാൻ റേറ്റ് പറയാതിരുന്നത് ഞാനിപ്പോ ഇതിന്റെ ഏകദേശം പറഞ്ഞു. ഞാൻ ഇൻഡിപെൻഡന്റ് റേറ്റ് പറയുന്നില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാവരും പ്രൈസ് എന്ന് പറഞ്ഞ് വീണ്ടും മെൻഷൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ റേറ്റുകൾ എടുത്ത് പറയുന്നില്ല. ഏകദേശം ഒരു 50 ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനൊന്നും മടിക്കണ്ട. എനിക്ക് സമയം പോലെ ഞാൻ എനിക്ക് മറുപടി തരുന്നതാണ്. പിന്നെ ആവശ്യമുള്ളവർ വിളിക്കുക. പിന്നെ നമ്മൾ 5.1 എൻക്വയറി ഒക്കെ വരുന്നുണ്ട്. 5.1 ഞാൻ ഡിജിറ്റലാണ് ചെയ്യുന്നുള്ളൂ, അനലോഗ് ഞാൻ ചെയ്യുന്നില്ല. അത് പറയട്ടെ. അനലോഗിന് ഇപ്പൊ ഒരു 3-4 പേര് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, ഇപ്പൊ ഇന്നും ഒരാൾ വിളിച്ചു. 3-4 പേര് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ അനലോഗ് എൻക്വയറി ചെയ്തു. ഞാൻ അനലോഗ് ചെയ്യുന്നില്ല. അനലോഗ് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ ഡിജിറ്റൽ മാത്രമേ 5.1 ചെയ്യുന്നുള്ളൂ. അതുകൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുവാണ്. അപ്പൊ ഇങ്ങനെ ബോക്സസ് ആവശ്യമുണ്ട്. പിന്നെ കാലി ബോക്സ് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. കാലി ബോക്സ് അങ്ങനെ അധികം ചെയ്തു കൊടുക്കാറില്ല. കാലി ബോക്സ് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീക്കേഴ്സ് ആണെങ്കിൽ മാത്രം അതിന് കാലി ബോക്സ് ചെയ്തു കൊടുക്കും. അല്ലാതെ റെഡിമെയ്ഡ് നമ്മുടെ ആ സിപ്പിന്റെ ഒക്കെ മേടിച്ച് വെച്ചിട്ട് കാലി ബോക്സ് ചെയ്തു തരാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. നേരത്തെ ചെയ്തു കൊടുത്തിരുന്നു, ഞാനത് നിർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പോരായ്മകൾ നമുക്ക് ഓരോ ബോക്സ് ചെയ്തതിൽ നമുക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് നിർത്തിയത്. അതായത് ഒരു സുഖമില്ല കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് തന്നെ തൃപ്തി ഇല്ലാത്തത് നമ്മൾ മറ്റൊരാളിലേക്ക് എങ്ങനെ ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പൊ വേറെ ഒന്നും വിചാരിക്കണ്ട. അഹങ്കാരം കൊണ്ടോ ജാട കൊണ്ടോ തിരക്കുണ്ട് കേട്ടോ. വർക്കിന്റെ തിരക്കുണ്ട്. അത് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് വർക്കിൻ്റെതായ. അല്ലാതെ ജാട കൊണ്ടോ കാര്യങ്ങളോ കൊണ്ടോ ഒന്നുമല്ല. അപ്പൊ ഇതുപോലെ സിസ്റ്റങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മിനിമം ഒരു 2 മാസം 3 മാസമെങ്കിലും ടൈം എടുക്കും ചെയ്തു തരണമെങ്കിൽ. പിന്നെ അതിൽ കൂടുതൽ സമയമായ ആളുകളുടെ ഓർഡർ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ഇതിപ്പോ സന്ദീപേട്ടന് ഇപ്പൊ ഏകദേശം ഒരു 4, 5, 6 മാസത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 5-6 മാസത്തോളമായി. പക്ഷെ പുള്ളി ഒരു പ്രശ്നമില്ല. പുള്ളി നല്ല സൈലന്റ് ആയിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ട് നല്ല ഒരു അടിപൊളിയായിട്ട് സിസ്റ്റം തീർത്തെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്. പിന്നെ ഈ സിസ്റ്റം എത്രത്തോളം നന്നായിട്ട് മാത്രം കാര്യമില്ല, ബോക്സും കൂടി നന്നാലേ നമുക്ക് നല്ലൊരു ഡീറ്റെയിലിങ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ. ഇതൊന്നും ഒരുപാട് ബഡ്ജറ്റിലുള്ള ബോക്സ് അല്ല, എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഡീറ്റെയിലിങ്സ് കിട്ടുന്ന ബോക്സ് ആണ്. എന്താണോ നമ്മളിപ്പം മറ്റുള്ള ആളുകൾ പറയുന്ന ഇതല്ല, നമുക്ക് എന്താണോ വേണ്ടത്, നമുക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാനൊന്നും ചെയ്തു കൊടുക്കുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെടേണ്ടോ എന്ന് മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എൻ്റെതായ രീതിയിലുള്ള സജഷൻസ് കാര്യങ്ങൾ ഞാൻ കൊടുക്കും. പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു മാനദണ്ഡമാണ്. ഒരു 2000 രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്കും 3000 രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്കും സ്പീക്കർ ഒരേ ടൈപ്പിൽ കിട്ടുന്നില്ല. അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ആ സ്പീക്കേഴ്സിൽ കാര്യങ്ങളിൽ വരും. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു 2.1 സെറ്റപ്പ്, ഒരു 10-15 രൂപയിൽ നിൽക്കാവുന്ന ഒരു 2.1 സെറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കട്ടെ. ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കേൾക്കാവുന്ന രീതിയിൽ ഒരു 15 രൂപ സെറ്റപ്പിൽ സബ്വൂഫർ അടക്കം വരുന്ന രീതിയിലൊരു സെറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനൊരു ഗിവ് അവേ പ്ലാനിങ് കൂടി നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ഇതാവുന്ന ഒരു 2.1 ആംപ്ലിഫയർ, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഞാനൊരു ടാർഗറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുവരെ സബ്സ്ക്രൈബേഴ്സ് വരുന്നു. അപ്പൊ വരുമ്പോഴത്തേക്ക് ഞാനത് കൊടുക്കും. അല്ലാതെ ഞാൻ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗിവ് അവേ തരുമെന്ന് ഞാൻ പറയണില്ല. നമ്മൾ ഉദ്ദേശിച്ചേക്കണ ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും
ഞാൻ തരും. സബ്സ്ക്രൈബേഴ്സിനും കൊണ്ട് എനിക്ക് പൈസയോ കാര്യങ്ങളോ നിങ്ങൾ നോക്കുക. കാര്യം മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് പൈസയോ കാര്യങ്ങളൊന്നും ഇതും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ വലിച്ചു നീട്ടിയിട്ട് സോറി കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന വഴി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.